ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ദിവസം സച്ചി അർച്ചനയെ കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ സമയം അർച്ചന മറ്റൊരാളുടെ ഭാര്യയായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും സച്ചി എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ എന്റെ ജീവിതം ആ തകർച്ചയെന്ന് കരകയറിക്കൊണ്ടിരിക്കുക. എന്റെ ഗൗരിമോക്ക് അവളെ പ്രസവിച്ച അമ്മയല്ല സമൃദ്ധ എന്ന് അറിയില്ല. ഈ അവസ്ഥയിൽ അവളെ നഷ്ടപ്പെടേണ്ടി വന്ന എന്റെ ജീവിതം തന്നെ ഇല്ലാതായിപ്പോ. എന്റെ കുഞ്ഞിന് അമ്മയില്ലാതായിപ്പോ. രാജീവ്, ഒരു കുടുംബം തകർന്നു. എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് അവൾ എന്നും എന്റെ കുടുംബത്തിൽ വേണമെന്ന എന്റെ ആഗ്രഹം. അതല്ല, അവളെന്നെ വിട്ടിട്ട് പോയ ആ തകർച്ച എനിക്ക് താങ്ങാൻ പറ്റുന്നവരില്ല. പിന്നെന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ രാജീവേ. ഉള്ളിലെ ടെൻഷൻ അടക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, അങ്ങനെ ആരെങ്കിലും അളിയെന്നറിയാവോ? പറയളിയ. എനിക്കറിയാവുന്ന സത്യങ്ങൾ പറഞ്ഞ ഈ പാവത്തിനത് താങ്ങാൻ കഴിയില്ല. തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അളിയനെന്താ ഒന്നും പറയാത്തെ? സമൃദ്ധിയുടെ ഭർത്താവിനെ അളിയനറിയാവോ? എന്നോട് പറ. അറിയില്ലെന്നല്ലേ അളിയൻ ഉദ്ദേശിച്ചത്? അപ്പോ അങ്ങനെ ആരും വരില്ല അല്ലേ? ഈശ്വര, ഇപ്പോഴാ എനിക്ക് സമാധാനമായി. എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും രാജീവ് അത് പറഞ്ഞപ്പോ മുതല് എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയതാ. സത്യം പറഞ്ഞ ഇപ്പോഴാ മനസ്സൊന്ന് ശാന്തമായത്. സച്ചി എനിക്ക് അറിയാന്നുള്ളത് തൽക്കാലം എൻ്റെ മനസ്സിലെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഞാനായിട്ട് ഈ രഹസ്യം ആരോടും പറയില്ല. ദൈവം തീരുമാനിക്കുന്ന എന്താണെങ്കിലും അതങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ. ശരി. എന്താ ഇറങ്ങുന്നില്ലേ? വെയിറ്റിംഗ് ചാർജ് തരുന്നല്ലേ? ഞാൻ കാറിൽ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തോളാം. വക്കീല് പോയിട്ടോ. എന്നാ പിന്നെ എന്റെ കൂടെ അവിടെ വന്നിരുന്ന് കാറ്റും അസ്തമനവും ഒക്കെ കണ്ട് വെയിറ്റ് ചെയ്തൂടെ? ഇറങ്ങ സച്ചി, എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഇവിടെ വന്നത് ഇങ്ങനെ തിരയണ്ടാനാണോ? മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴും അതിനെല്ലാം ശാന്തമാക്കുന്നൊരു സ്ഥലമല്ലേ സച്ചി ഈ കടല്? അച്ഛന്റെ മരണം, അത് കഴിഞ്ഞുള്ള ആശ്രമത്തിലെ ഒറ്റപ്പെട്ട ജീവിതം,
പിന്നെ ഈ നഗരത്തിലേക്കുള്ള പറിച്ചു നടൽ. ആദ്യമൊക്കെ ജോലിയൊന്നും വേണ്ട, ആശ്രമത്തിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു അന്നൊക്കെ. ഇവിടെ വരുമ്പോഴ് ഒരു ആശ്വാസം തോന്നിയിരുന്നത്. ഇപ്പോഴും ആശ്രമത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നലുണ്ടോ? ഞാനെപ്പോ ചെന്നാലും 2 കൈ നീട്ടി സ്വാമിജി സ്വീകരിക്കും. എന്റെ സ്ഥാനം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ എന്റെ അനുഭവങ്ങളുടെ തീയിൽ ഞാൻ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സച്ചിയോട് ഒരുപാട് ബഹുമാനമുണ്ട്. എന്തിന്? വക്കീലിനെ പോലെ ഒരാൾ ബഹുമാനിക്കാനും മാത്രം എന്നിൽ എന്താ ഉള്ളത്? എനിക്ക് ഒരു പ്രത്യേകതയില്ല. ജീവിതത്തിൽ തോറ്റുപോയൊരുത്തൻ, അതാണ് ഞാൻ. സച്ചിക്ക് പ്രത്യേകതയൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞു? വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കാണാതെ പോയ ഭാര്യയോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ്, സ്നേഹം, ആത്മാർത്ഥത, ഇതൊന്നും അധികം പുരുഷന്മാരിലൊന്നും കാണാൻ കിട്ടില്ല. അർച്ചനെ, ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വക്കീലിന് അറിയാമോ? അവളെനിക്ക് അത്ര ബെസ്റ്റായിരുന്നു. എന്റെ ജീവിതത്തിലെ നന്മ മുഴുവൻ അവളായിരുന്നു. എങ്കിൽ ഞാനൊരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കട്ടെ? സാങ്കല്പികമല്ലേ? ചോദിക്കേ. അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ? ഒരു ദിവസം സച്ചി അർച്ചനയെ കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ സമയം അർച്ചന മറ്റൊരാളുടെ ഭാര്യയായിട്ടാണ് ജീവിക്കുന്നതെങ്കിലോ? സച്ചി എന്ത് ചെയ്യും? പറയ് സച്ചി, എന്ത് ചെയ്യും? സച്ചി, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്റെ അർച്ചന വേറെ ആരുടെയും ഭാര്യ ആവില്ല. അഥവാ അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല. മരണം വരെ അർച്ചനയല്ലാതെ മറ്റാരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല.